നല്ല പണിയായിരുന്നു. ആക്ച്വലി നമുക്ക് വെറുതിരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എത്തണമെന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇല്ലാത്ത സാധനം ഇങ്ങനെ ഇല്ല വെള്ളം പുഷ്യൊന്നുമില്ല കാണിക്കണേ. ആൾക്കാർക്ക് റീച്ച് ആവണം. കാരണം ലൈവില് കാണിക്കുന്ന ഓരോ കാര്യങ്ങള് എപ്പിസോഡിൽ വരില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാഗത്ത് നിന്ന് അവിടെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് മിസ്റ്റേക്ക് പോലെ തന്നെ ഇടണം. ഒബ്വിയസ്ലി അങ്ങനെ ഉള്ളൂ. പക്ഷെ ഒന്നും വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നീ അവിടെ പോയിട്ട് മര്യാദയ്ക്ക് അല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നെഗറ്റീവ് ആയിട്ട് തന്നെ ഇടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇല്ലാത്ത കാര്യം ഉള്ള പോലെ ഒന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ലൈവിൽ വരുന്ന കാര്യങ്ങളൊക്കെ എപ്പിസോഡ് വരില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലൈവിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ എത്രയും കുത്തിരുന്ന് കണ്ടിട്ട് 4 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അഖിലിന് തോന്നിയത്? എങ്ങനെ ഭയങ്കര ഒരു ബയാസ്ഡ് ആയിട്ട് അഖിലിന് തോന്നിയോ? അതായത് എപ്പിസോഡും ലൈവും കാണുമ്പോൾ പല കാര്യങ്ങളും അവിടെ വരുന്നില്ല ആണോ? എന്തായാലും പൂജയുടെ ഗെയിം അവിടെ പോയിട്ട് ഭയങ്കര പൊട്ടയാണ് കളിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ റീൽ ഇറക്കും പറഞ്ഞു. അപ്പൊ എന്താ ഗെയിമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അതേപോലെയല്ല, കുറച്ചും കൂടി തമാശക്കായി സർക്കാസ്റ്റിക്കലി ഞാൻ ഇവളെ തന്നെ ട്രോളിങ് ട്രോളിട്ട് ഇറക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഇവനുള്ളത് ഞാൻ കൊടുക്കും. അപ്പൊ ആക്ച്വലി ഗെയിമിനെ പറ്റിട്ട് എന്താ ഗെയിമിനെ പറ്റി നമ്മള് ബിഗ് ബോസ്, ഞാൻ ആക്ച്വലി ഫസ്റ്റ് സീസൺ തൊട്ട് ബിഗ് ബോസ് കാണുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം വെരി പാഷനറ്റ് അബൌട്ട് ദ ഗെയിം. എനിക്ക് പോകണമെന്നുണ്ട് ബിഗ് ബോസിൽ ആക്ച്വലി. അപ്പൊ ഇവൾക്ക് ആദ്യം തീരെ ഇഷ്ടമല്ലായിരുന്നു ബിഗ് ബോസ്, തീരെ ഇഷ്ടമല്ലായിരുന്നു ഇവൾക്ക്. കണ്ടൂടെ എന്താ അത് മറ്റേ മറച്ചതില്ല ക്ലീഷ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, കുറ്റമ്മ ഓഡിയൻസ് ഉണ്ടാവല്ലോ. പക്ഷെ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻറ്റു ഇറ്റ്. ഞാൻ ക്ലീഷ ഓഡിയൻസ്, അതായത് കാണാണ്ട് ഇഷ്ടപ്പെടാത്ത, അതായത് നമ്മുടെ ഷോ കണ്ടിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഓക്കെ, ഇത് കാണൂല എന്നാ ഇഷ്ടമല്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ക്ലീഷ ഓഡിയൻസ് ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ പെടുന്ന ആളായിരുന്നു. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഫുൾ ടൈം ഇവളത് കണ്ടു തുടങ്ങി. നമ്മൾ തമ്മിൽ ഡിബേറ്റ് ഉണ്ടാവും. ലൈക്ക് ഓരോ ടോപ്പിക് വരുമ്പോൾ നമ്മൾ അവിടെ ചർച്ച വിഷയമൊക്കെ എടുത്ത് നമ്മൾ സംസാരിച്ച് അങ്ങനത്തെ ഒരു ഹെൽത്തി ഫൈറ്റ് നമ്മൾ തമ്മിൽ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മളുണ്ടായോ. സോ അപ്പൊ എനിക്ക് ഒബ്വിയസ്ലി നമ്മള് ഐ ഓൾറെഡി ന്യൂ ഇറ്റ്. സീസൺ 6 തുടങ്ങണാക്കാൻ മുന്നേ സീസൺ 5 തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സീസണിൽ നീ ഉണ്ടാവും. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല എനിക്കറിയില്ല. ഐ ന്യൂ ഇറ്റ്. ഇവർ ബിഗ് ബോസ് മെറ്റീരിയലാണ്. എന്താ വേണ്ട, എക്സ്പ്രഷൻ വേണോ, തമാശ വേണോ, തമാശ ഉണ്ട്. സങ്കടം വേണോ, സങ്കടം ഉണ്ട്. ഓറാക്കൽ വേണോ, ഓറാക്കലുണ്ട്. ഡാൻസ് വേണോ, ഡാൻസ് ഉണ്ട്. തൂക്കൽ വേണോ, എല്ലാം ഉണ്ട് പുള്ളിക്കാരുടെ ഇടയില്. അപ്പൊ എനിക്കറിയായിരുന്നു. അപ്പൊ ഇവള് വരുമ്പോ തന്നെ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ടൊന്നും പറയില്ല. ടോപ്പ് 5 എത്തുമെന്ന് എനിക്കറിയായിരുന്നു ആക്ച്വലി. അതുപോലെ ഏത് സീസണിൽ കൊടുത്തിട്ടാലും ടോപ്പ് 5 എത്തുന്ന നോക്കിയാൽ. പക്ഷെ ഈ സീസൺ പ്രത്യേകിച്ച് വിന്നർ ആവാൻ പറ്റിയായിരുന്നു ആക്ച്വലി. അത്ര നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതെ, ഞാൻ എന്താണ് ബിഗ് ബോസിൽ കണക്ക് പറഞ്ഞ ബിഗ് ബോസിൽ കണക്ക് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താ അറിയോ, ഹെൽത്ത് നോക്കണം. കാരണം എനിക്കറിയോളെ അന്ന് ഡാൻസ് കളിച്ച് നടുന്നല്ലി വീണ് ഡിസ്ക് പോയതാണ്. പിന്നെ ഡാൻസിന്റെ ഇടയിൽ റീൽ തന്നെ ഫേമസ് ആയില്ല, മുട്ടും തെറ്റി ചരട്ടിയും തെറ്റി. ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കാര്യം പറഞ്ഞല്ലോ, നീ എന്ത് തേങ്ങ വേണമെങ്കിൽ കാണിച്ചോ, ശരീരം നോക്കി കളിക്കുക. ശരീരം നോക്കിയിട്ട് അത് അധികം ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ബാക്ക് ഓഫ് ചെയ്യും. അതേപോലെ തന്നെ സ്ട്രക്ചറിൽ കൊടുന്ന് നമ്മള് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി കൊണ്ട് ഒരു ഇരുത്തിണ്ട്.